ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിന്നർ വ്ളോഗാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വിദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് തേങ്ങ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ല നമ്മളെ കയ്യിൽ. അപ്പോൾ തേങ്ങയ്ക്ക് പകരം ഞാൻ വേറെ സാധനം ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആദ്യം തന്നെ അരച്ച് 8 മണിക്കൂറൊന്നും ഫെർമെൻറ്റ് ചെയ്യാനൊന്നും വെക്കുകയൊന്നും ചെയ്യാണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ വൈറ്റ് ചിക്കൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു ചിക്കൻ സ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ വെജും ചിക്കനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ സ്റ്റ്യൂ ആണ്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ വെള്ളപ്പത്തിൻ്റെ അരി അതൊരു 3 മണിക്കൂർ മുന്നേ നമ്മൾ കുതിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകിൽ അത് പച്ചരിയാണ് അല്ലെങ്കിൽ ദോശൻ്റെ അരി ആയിരിക്കണം, ഇഡ്ഡലി റൈസ് ആയിരിക്കണം. അപ്പോൾ പച്ചരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് കയ്യിൽ ദോശ റൈസേ ഉള്ളൂ, ഇഡ്ഡലി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 1.5 കപ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. 1.5 കപ്പ് ഇഡ്ഡലി റൈസ് ഞാൻ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഞാനിത് പച്ചരി വെച്ചിട്ടും ചെയ്യലുണ്ട് കേട്ടോ. സെയിം ടേസ്റ്റ് തന്നെയാണ് വരൽ. അപ്പോൾ അത് ഞാൻ 3 മണിക്കൂർ പൊത്തി വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കുക. അത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക, അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുഴുവനായിട്ട് ഇപ്പോൾ 1.5 കപ്പല്ലേ ഉള്ളൂ, അപ്പോൾ ഒറ്റ ട്രിപ്പ് അരക്കാനേ ഇതുള്ളൂ. അപ്പോൾ മുഴുവൻ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയ്ക്ക് പകരം എന്ന് പറയുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ നമ്മൾ വിദേശത്തുള്ള ആൾക്കാർക്ക് ഫ്രഷ് തേങ്ങ എപ്പോഴും കുറച്ച് നല്ല പൈസ ആയിരിക്കും. അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയും ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. അതെല്ലാവരും വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചോറും ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അത് 1 ടീസ്പൂണാണ് എടുത്തത് കേട്ടോ. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്, എന്നാലാണ് പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഫെർമെൻ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഒരു ഏകദേശം ആ ഒരു അരിൻ്റെ അതേ ലെവലിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ, തീരെ തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഒരൊറ്റ ട്രിപ്പിന് ഉള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ എല്ലാത്തിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇത് മൂടിയിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ആ കറി ആവണ നേരം മതി. ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റും. ഉരുളക്കിഴങ്ങ് ഇത് കുറച്ച് വലുതാണ്, ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി മതി. പിന്നെ 2 ക്യാരറ്റും എടുത്ത് വെച്ചു. അപ്പോൾ അത് മുഴുവനും ഒന്ന് ഞാൻ മുറിച്ചെടുത്തതാണിത്, ചെറിയ പീസാക്കി മുറിച്ചെടുത്തതാണിത്. അപ്പോൾ ക്യാരറ്റ് മുറിച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും. പിന്നെ ഞാൻ എക്സ്ട്രാ എടുത്തത് ഗ്രീൻ പീസാണ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തത്, 1/4 കപ്പ്. ഇതിന് പകരം മറ്റേ പച്ചപ്പട്ടാണി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അത് സോക്ക് ചെയ്തതിന് ശേഷം വേവിച്ചിട്ട് എടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ ഒരു ഉള്ളിയാണ് എടുത്ത് വെച്ചത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഈ ഒരു പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പച്ചക്കറി മുഴുവനും ഇട്ട് കൊടുക്കുക. ഉള്ളി അവിടെ വെക്കുക, ഉള്ളി ഇടണ്ട, ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്രയാണ് നമ്മളിതിൽ വേവിച്ചെടുക്കേണ്ട 3 പച്ചക്കറി എന്ന് പറയുന്നത്. ഇതിന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. കാരണം വെന്ത് ഉടയണ്ട, നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും കേട്ടോ. അത്രയും ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് തന്നെ ഞാനിപ്പം വേറൊരു കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഉള്ളിയില്ലേ, ആ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഉള്ളിൻ്റെ കളറ് മാറിപ്പോകാൻ പാടില്ല, നല്ല വെള്ള കളറിൽ തന്നെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് മതി കേട്ടോ, അപ്പോഴത്തേക്ക് തന്നെ അത് വാടി വരും. അപ്പോൾ നമ്മൾ ആ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നാണ്, ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ, അതിൻ്റെ കളറൊന്നും മാറരുത്. ഇനി ഇതിൽ നിന്ന് ഈ എണ്ണയിൽ നമുക്ക് ഈ ഉള്ളി ഒന്ന് കോരി മാറ്റണം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്താൽ മതി കേട്ടോ, ആ എണ്ണ ഇല്ലാണ്ട് ഉള്ളി മാത്രം. ഇപ്പോൾ അതാ എണ്ണ ചൂടാറാൻ വേണ്ടി വെക്കട്ടെ. ഇപ്പോൾ നമ്മൾ പച്ചക്കറി ഇവിടെ വെന്താണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം പാകം എന്ന് പറയുന്നത്, ഉടഞ്ഞു പോകാൻ പാടില്ല, എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇത് കണ്ടില്ല, നന്നായിട്ട് വെന്താണ്, ഈ ഒരു പാകം മതി. ഇനി ഇതിൻ്റെ വെള്ളം നിങ്ങൾക്ക് ഊറ്റണമെങ്കിൽ ഊറ്റിക്കളയാം, എല്ലാ കറിയിൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കറിയിൽ ഒഴിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളം എടുക്കുന്നില്ല, അത് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ആ ഉള്ളി ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്, അതൊരു 3/4 ടേബിൾ സ്പൂണോളം ഉണ്ട്, രണ്ടും കൂടെ അരച്ചതാണ്. പിന്നെ ഒരു കൈപ്പിടി, ഒരു 10 എണ്ണം ഉണ്ടാവും കേട്ടോ, 10 അണ്ടിപ്പരിപ്പ് ഉണ്ടാവും, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല മഷി പോലെ പേസ്റ്റാക്കി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണിത്, ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റാണിത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ആ കുക്കർ ഒന്നും കൂടെ ചൂടാക്കുക. ഈ ലേശം നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഓയിൽ അതിലുണ്ട്, അത് മതി കേട്ടോ. അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കായി, ഇത്രയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ടോ, കാരണം ഈ കറിക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്നിൻ്റെ കളറൊന്നും മാറണ്ട, ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് വടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ പേസ്റ്റ് ഇനി ഒന്ന് ചൂടായാൽ മതി, ഒന്ന് തിള വന്നാൽ മതി. ഇതിൻ്റെ കളർ മാറിപ്പോകാൻ പാടില്ല, കാരണം നമ്മളെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും ഇതിൻ്റെ കളർ മാറിയാൽ കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ കളർ മാറാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഒന്ന് തിള വരുന്നതെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് 1 കിലോ ചിക്കനാണ്, കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണത്. അപ്പോൾ 1 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളിൻ്റെ പേസ്റ്റ് നമുക്ക് എന്താ പറയുക, കളർ മാറിപ്പോകാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് നല്ല വൈറ്റ് കളറുള്ള സ്റ്റൂ കിട്ടുക. ഇനിയിപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ മിക്സിയിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതാണത്. ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ കിടന്നിട്ടാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വേവിച്ചാൽ മതി കേട്ടോ. ഒരു വിസിൽ വരുന്ന വരെയാണ് വേവിക്കേണ്ടത്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി. അപ്പോൾ ഞാനിത് മൂടി വെക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കറി ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അതിപ്പോൾ കണ്ടില്ല, കറക്റ്റ് പാകത്തിലാണ് വെന്ത് വന്നത്. ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് പാകത്തിൽ വെന്താണ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്താണ്, എന്നാലും ഉടഞ്ഞു പോയിട്ടുമില്ല. ഈ ഒരു പാകത്തിൽ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പീസുകളില്ല, നമ്മളെ പച്ചക്കറിൻ്റെ പീസുകൾ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. അതും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തത് തേങ്ങാപ്പൊടി കലക്കിയതാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിൻ്റെ അത് കലക്കിയതാണ്. അപ്പോൾ 1/2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. വെച്ച് വെച്ചിട്ട് പിരിഞ്ഞ് പോകുക അങ്ങനെയൊന്നുമില്ല. അത് ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കാരണം ഈ പച്ചക്കറിയും മറ്റേ നമ്മളെ ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണമല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി മസാല പൗഡറാണിത്. അതൊരു നുള്ള്, ഒരു പിഞ്ച് എന്നൊക്കെ പറയില്ല, അത്ര ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് കറി ഇറക്കുന്ന സമയത്താണ് ആ ഒരു ബിരിയാണി മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. അതിട്ടാലാണ് നല്ലൊരു ഫ്ലേവർ വരിക. ഇനിയിപ്പം ബിരിയാണി മസാല നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കറി ഇറക്കി വെക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല അടിപൊളി വൈറ്റ് സ്റ്റ്യൂ ആണിത്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. വെള്ളപ്പത്തിനും പത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്റ്റ്യൂ ആണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് വന്നാണ് കേട്ടോ നമുക്ക്. അപ്പം ഒരു കൂടെ വന്നപ്പോൾ ഞാൻ ഒരു സാധനം എക്സ്ട്രാ ഉണ്ടാക്കി പെട്ടെന്ന് കുഴച്ചെടുത്തതാണ്. ഇത് ഞാൻ കണ്ണ് വെച്ച പത്തിരി കേട്ടോ. അതും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം വെള്ളപ്പം ഞാൻ 1.5 കപ്പല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ അരി. അപ്പോൾ ഞാൻ കുറച്ച് കണ്ണ് വെച്ച പത്തിരിയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും പെട്ടെന്ന് ഒരു വന്നതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ണ് വെച്ച പത്തിരിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇവിടെ വന്നതെന്ന് പറയുന്ന അസ്ലങ്കാരുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന നൗഫലും ഭാര്യ ഋഷിയാണ്. അപ്പോൾ ഓളിത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവളോട് പറഞ്ഞു ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കണ്ണിച്ചത്തിരിയാണ്, സൂപ്പർ ടേസ്റ്റാണ്, തിന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളതിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഒരു കണ്ണിച്ചത്തിരിയും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറിക്ക് നല്ലൊരു കോമ്പവും കൂടിയാണ്. അപ്പോൾ അതാണ് ഞാൻ കണ്ണിച്ചത്തിരിയിലേക്ക് പോയത്. അപ്പോൾ അതാ നമ്മളെ കണ്ണിച്ചത്തിരി ഇവിടെ റെഡിയായിന്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. മയോണൈസ് ചിക്കൻ കറിൻ്റെ കൂടെ ഈ കണ്ണിച്ചത്തിരി കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെള്ളപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നേരത്തെ നമ്മൾ മാവ് അരച്ച് വെച്ചാൽ ഇപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ല, പാകത്തിൽ സെറ്റായി വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന അതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ആ ഒരു കട്ടി തന്നെ ചുട്ടെടുക്കുന്നതാണ്. ഞാനിത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ആദ്യം ചുട്ട് നോക്കുക, എന്നിട്ടിത് റെഡിയാണോ ഇല്ല എന്നുള്ളത് ഒന്ന് ചുടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ചുറ്റിക്കാൻ വേണ്ടി പറ്റാത്തത്. ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇനി അടുത്തത് ചുടുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇനി അടുത്തത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പണിയില്ല, ഫസ്റ്റത്തതായിട്ടുണ്ട്. സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും, നല്ല ഇതൊക്കെ തന്നെ. പക്ഷെ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ ലേശം ഒരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് രണ്ടാമത്തേൽ. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഇതിൽ ചേർത്തിട്ട് മിക്സ് ആക്കിയതാണ്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി ഈസിയാണ്. ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുള്ളത് നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒരു മൊരിഞ്ഞ് വരുന്ന വരെയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വേവിക്കാണ്ട് പെട്ടെന്ന് തന്നെ എടുത്താൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, അടിഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, നല്ല സൂപ്പറായിട്ടുള്ള വെള്ളപ്പാണ് കേട്ടത്.
അപ്പോൾ അത് അതും കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തേത് ഒന്ന് കാണിച്ചു തന്നത്. ഇപ്പം നമ്മളെ കറി ഇതാ ഇനിയിപ്പോൾ ഞാൻ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം നൗഫലിനാണെങ്കിൽ പോകാൻ ഭയങ്കര തിരക്ക്, പെട്ടെന്ന് പോകാൻ ആരോ കാത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തിരക്കിട്ട് എടുക്കുന്നതായതുകൊണ്ട് ലാസ്റ്റത്തെ വീഡിയോ മാത്രം കുറച്ച് ഒരു എന്താ പറയുക ഒരു ഇതായിപ്പോയി. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കറി. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി കറിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ വലിയവർക്കും എല്ലാം പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി വെള്ളപ്പമാണ്. അതേപോലെ തന്നെ നമുക്ക് പുറമെയുള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അതേപോലെ തന്നെ കണ്ണുവച്ചത്തിരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണുവച്ചത്തിരിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണ്ണുവച്ചത്തിരിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. കഴിക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.